വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യാസമായ രീതിയിൽ മുട്ട ബജി ഉണ്ടാക്കി നോക്കിയാലോ. എപ്പോഴും നമ്മളൊരു പ്ലെയിൻ ടൈപ്പ് മാവും അതിൽ മുട്ട ഇട്ട് പൊരിക്കാറാണ് പതിവ്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, മാത്രമല്ല ക്രിസ്പിയാണ്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മുട്ട ബജിയാണ്. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേണം പുഴുങ്ങിയെടുക്കാൻ. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ, മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് മുട്ട പൊട്ടാണ്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതേ മുട്ടയുടെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 ചെറുത്, എന്നിട്ട് ചെറുതായി കൊത്തി അരിയണം. നീളത്തിലല്ല, കൊത്തി അരിയണം. ഒരു ചെറിയ ഇഞ്ചി പീസ്, അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ തട്ടുകട രുചിയൊക്കെ വരും. പിന്നെ ഒരു 2-3 പച്ചമുളക്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ജിഞ്ചറും ഇഞ്ചിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കുക. അതിലേക്ക് 1 കപ്പ് കടലപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് മീറ്റ് മസാലയും. ഈ മീറ്റ് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തി കൊടുക്കാം. എന്നിട്ട് സ്പൂണോട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കട്ട കെട്ടാണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ബേക്കിംഗ് സോഡ എല്ലായിടത്തും പിടിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ മാവിൽ ഇട്ട് കൊടുത്ത്, ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓരോ മുട്ടയും കട്ട് ചെയ്ത് വെച്ചിട്ട് മാവിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് വേണം പൊരിക്കാൻ. അപ്പോൾ ദേ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഓരോ മുട്ടയും മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എപ്പോഴും ഈ മുട്ട ബജി, ഉള്ളി ബജിയൊക്കെ എപ്പോഴും ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കുകയാണ് നല്ലത്. ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ല, നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു സൈഡ്. ഇത് കണ്ടോ. അപ്പോൾ അതേ മുട്ട ബജി റെഡി. അപ്പോൾ ഫസ്റ്റിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചും സെയിം തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഓൾറെഡി ചൂടുള്ള ഓയിലാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ബാച്ചും റെഡി. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് ഉള്ളിയും അതുപോലെ മാവും മുട്ടയും ഒക്കെ ചേർന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഉള്ളിവട കഴിച്ച ഫീലും ഈ ഒരു മുട്ട ബജിയിലൂടെ കിട്ടുമെന്നുള്ളതാണ്. ആ ഒരു ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു നാടൻ സ്റ്റൈലിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മുട്ട ബജി ആയിരിക്കും ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കില്ലല്ലോ. ഈ കാണുന്നവരിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റെസിപ്പീസ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വെറൈറ്റി റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.